الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, ഈ കുവൈത്തിലെ കേരളക്കാരായ സുന്നി പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടിയിലാണ് നമ്മൾ. ഈ പരിപാടിക്ക് വേണ്ടി പലരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാകും, പലരും ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ടാകും. റഹ്മാനും റഹീമുമായ റബ്ബ് അവരെ പ്രവർത്തനങ്ങളും സഹായങ്ങളും എല്ലാം സ്വാലിഹായ അവരെ സ്വീകരിക്കട്ടെ. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഐശ്വര്യത്തെയും നിഅമത്തിനെയും ബർക്കത്തിനെയും അവരെല്ലാവരെയും അല്ലാഹു തആല ചൊരിക്കട്ടെ. ആദ്യമായി ഞാൻ ദുആ ചെയ്യാം. ബഹുമാനികളെ, നിങ്ങളോട് എനിക്ക് പറയാൻ, നമ്മളെല്ലാവരും ഇവിടുന്ന് മരിച്ചു പോകുന്നവരാണ്. എന്നും ഇവിടെ ജീവിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ അതല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നമ്മളെല്ലാവരും മരിക്കേണ്ടി വരും. ഇതാണല്ലോ നമ്മുടെ അവസ്ഥ. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്മാരായിരുന്ന 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലുകൾ ഇവിടെ വന്നു. അള്ളാഹുവിൻ്റെ അംബിയാക്കന്മാരാണല്ലോ അള്ളാഹുമായി ഏറ്റവും അടുത്തത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട അംബിയ മുർസലുകൾക്ക് ഈ ലോകത്ത് എന്നും ജീവിക്കാൻ കഴിഞ്ഞില്ല. അവർ എന്നേക്കുമായി ഈ ലോകത്തോട് യാത്രയിൽ പിരിഞ്ഞവരാണ്. വിജ്ഞാനത്തിൻ്റെ സമുദ്രങ്ങളായ മഹാപണ്ഡിതന്മാർ വന്നെങ്കിലും അവർക്കും നിലനിൽപ്പുണ്ടായില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളുമാകുന്ന ലക്ഷക്കണക്കിൽ ആളുകൾ ഇവിടെ വന്നു. അവർക്കും എന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കും. ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരികൾ വന്നു. അവർക്കും എന്നും ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലയ്ക്ക് ഇവിടെ കാണുന്ന ചെറിയവരും വലിയവരുമാകുന്ന സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന മുഴുവൻ ആളുകളും ഒരിക്കൽ മരിക്കേണ്ടവരാണ്. മരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, റഹ്മാനായ റബ്ബ് നമ്മൾക്ക് തന്ന അൽപായുസ് കൊടുക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യസാക്ഷികളാവുക നമ്മൾ ഒത്തണി ചേർന്ന് ദീനിൻ നിത്യസ്വാത്വികരായ മഹാന്മാരോട് തുടർന്ന് ദീനിൻ പാത തുടർന്ന്. സത്യസാക്ഷികളാവുക നമ്മൾ ഒത്തണി ചേർന്ന് ദീനിൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേങ്ങാപ്പട്ടണം അല്ലേ? ഗഫർ പുത്തനായൊക്കെ മൈക്കിലേക്ക് വരാൻ വേണ്ടി മൈക്ക് കൈപോക്കി നിൽക്കുന്നുണ്ട്. മുഹമ്മദ് അലി 786 എന്ന ഉത്സാഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ മൈക്ക് എടുക്കാത്തറില്ല. ഏതായാലും നമ്മൾ കാലിയാക്കി ഇടരുത്, കാരണം റേഡിയോക്കാർക്ക് അത് വലിയ വിഷമം ചെയ്യും എന്നുള്ളതാണ്. അതെ, ലൈവിന് വേണ്ടിയാണെന്നറിയാം. ലൈവിന് വേണ്ടിയാ. ഓക്കെ മൈക്ക് പ്ലീസ്. അസ്സലാമു ഓക്കെ. അപ്പോ നല്ല ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത്. നല്ലൊരു ആദർശ സമ്മേളനം തന്നെ ആയിരുന്നു. അത് പറഞ്ഞ എനിക്ക് ഇതുപോലൊരു ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു.
ഒരു തബ്ലീഗുകാരൻ എൻ്റെ അടുത്ത് വന്നു, മലയാളിയാണ്, ഇവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം വന്നതും. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു പള്ളിയിൽ വരണം, അവിടെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്, അവിടെ കൂടാൻ വേണ്ടി വരണം എന്ന് അദ്ദേഹം എന്നെ അങ്ങോട്ടേക്ക് മജീദാരും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഉള്ള കാലം നല്ലത് ചെയ്ത് പടച്ചവന്റെ പൊരുത്തത്തിൽ ജീവിച്ച് പടച്ചവന്റെ പൊരുത്തത്തിലായി മരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണ്. ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. എന്നല്ലാതെ ഇവിടെ സുഖിക്കലോ സമ്പാദിക്കലോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് അവന്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അദ്ദുനിയ മസറത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിസ്ഥലം. മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് അവന്റെ പരലോകത്തിനുള്ള അവിടുന്ന് പറഞ്ഞു എനിക്ക് കീഴ്പ്പെടുത്തു വരും. മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി റസൂല് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരും ബുദ്ധിമാന്മാരും അവന്റെ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക. അവരാണ് ഇത്രേ വിശേഷ ബുദ്ധിയും തന്റേതുമുള്ളത്. ബഹുമാനികളെ, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാമെന്ന് ഒരാൾക്കും തന്നെ ഉറപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഓർക്കണേ, ബഹുമാനപ്പെട്ട ഉസ്മാൻ മദൂൻ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയുടെ സ്വഹാബിയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മഹാനവറുകൾ മദീനയിൽ ഹിജറയായി വന്ന് മദീനയിൽ ഒന്ന് അഭയം പ്രാപിച്ച സഹാബിയാണ്. ആ മഹാൻ മദീനത്ത് വന്ന് താമസിച്ചത് മദീനത്തിലുള്ള ഉമ്മുൽ അലാ എന്ന് പറയുന്ന ഒരു അൻസാരിക്കാരത്തിയായ സഹോദരിയുടെ വീട്ടിലാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ മദൂൻ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്ന് താമസിച്ചു കൊണ്ടിരിക്കുക. ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഉസ്മാൻ താമസിക്കുന്നത്. മദീനത്തിന്റെ ക്ലൈമറ്റ് മഹാനവർക്ക് പറ്റിയില്ല. മഹാനവർ രോഗിയായി. ഈ രോഗത്തിൽ വെച്ച് അല്പ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ മദൂൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉസ്മാനിന്റെ മരണവാർത്ത അറിഞ്ഞതായ സമയം അല്ലാഹുവിന്റെ റസൂൽ ഉമ്മുൽ അലാഇന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ മദൂനിന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ എത്തിയിരിക്കുക. അങ്ങനെ മരിച്ചു കിടക്കുന്ന ഉസ്മാൻ മദൂനിന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്നതായ സമയം ബഹുമാനപ്പെട്ട ഉമ്മുൽ അലാഇ റളിയല്ലാഹു അൻഹു ഉസ്മാനിന്റെ മയ്യത്തിലേക്ക് നോക്കി പറയാണ്, ഉസ്മാനി, അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് നിങ്ങളെ ആദരിച്ചിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉമ്മുൽ അലാഇ റളിയല്ലാഹു അൻഹു മയ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുക. ഉമ്മുൽ അലാഇന്റെ വാക്ക് അള്ളാഹുവിന്റെ റസൂൽ കേട്ട് മുസ്തഫ നബി പറയാണ്, ഉമ്മുൽ അലാഇ, ഇത് പറയാനുള്ള അറിവ് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? ഉസ്മാനിനെ അല്ലാഹു ബഹുമാനിച്ചെന്നും ഉസ്മാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാനുള്ള അറിവ് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? ബഹുമാനപ്പെട്ട ഉമ്മുൽ അലാഇ റളിയല്ലാഹു അൻഹയോട് മുസ്തഫ നബി ചോദിച്ചപ്പോൾ ഉമ്മുൽ അലാഇ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഉസ്മാൻ അല്ലാഹുവിനെയും റസൂലിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നെ സ്വർഗത്തിലാകൃതി വന്ന് സ്വീകരിച്ചതിന് യാതൊരു കുറ്റങ്ങളും ചെയ്തിട്ടില്ല. ദുനിയാത്തെ ഉസ്മാനുള്ള പുറത്തു കൊടുത്തിയിൽ അവർ സ്വർഗത്തിൽ കടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ സ്വർഗം ആർക്കാണ് അല്ലാഹു കൊടുക്കാൻ കഴിയും? സ്വർഗത്തിന്റെ അവകാശി ആരാ? മുസ്തഫ നബിയോട് ഉമ്മുൽ അലാഇ ചോദിച്ച സമയം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഉമ്മുൽ അലാഇ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അല്ലാഹുവിന്റെ റസൂലായ എന്നെ കൊണ്ട് അവസാനം അല്ലാഹു എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ സാധ്യമല്ല. പറയുന്നതാര? ഈ ലോകം കണ്ട ഏറ്റവും വലിയതായ
മഹാനായ മുസ്തഫ നബി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം എന്നെ കൊണ്ട് എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയാൻ സാധ്യല്ല. ബഹുമാനികളെ, കാര്യം ബേജാറില്ല. ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു പറയാണ്, ലാ റഹ്മമ്മകി ഹത്താ തജൂസ സിറാത്ത വതറാ ഖദമൈക ഫിൽ ജന്നാ. നീ എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാ നീ വിചാരിക്കേണ്ട ഏതുവരെ? സിറാത്ത് പാലം വിട്ട് കടന്ന് സ്വർഗത്തിൽ 2 കാല് കാണുന്നത് വരെ. സ്വർഗത്തിൽ കടന്നല്ലാതെ സമാധാനിക്കാൻ പറ്റുകയില്ല. ഈ ലോകം കളിക്കാനോ തെറിക്കാനോ തമാശ പറയാനോ പറ്റുന്നതായ സ്ഥലമല്ല ദുനിയാവ്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരയേണ്ട വീടാണ് കേട്ടോ ഈ ദുനിയാവ്. ഇത് അഹങ്കരിക്കാനോ കിബിർ നടിക്കാനോ ഫൗർ നടിക്കാനോ പറ്റുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് പൊട്ടിക്കരയേണ്ട വീടാണ് ദുനിയാവ്. അങ്ങനെയാണ് മുൻകഴിഞ്ഞു പോയ മഹാന്മാർ മുഴുവനും ജീവിച്ചത്. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുകാരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി മുസ്തഫ നബി പറഞ്ഞു, എന്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളുടെ ഈമാൻ മീസാനിന്റെ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഒറ്റക്കുള്ള ഈമാൻ മറ്റേ തട്ടിലും വെച്ച് തൂക്കിയാൽ അബൂബക്കറിന്റെ ഒറ്റക്കുള്ള ഈമാൻ മുൻതൂക്കമാകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ സമുദായം എത്ര നല്ല സമുദായമാണ്. 1.25 ലക്ഷത്തോളം വരുന്ന സഹാബിമാര് കഴിഞ്ഞുപോയ സമുദായം, വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളായ മഹാപണ്ഡിതന്മാര് കഴിഞ്ഞുപോയ സമുദായം, അല്ലാഹുവിന്റെ ഔലിയാക്കളും അരിഫീങ്ങളുമാകുന്ന ലക്ഷക്കണക്കിൽ ആളുകൾ കഴിഞ്ഞുപോയ സമുദായം, ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റിഫാഈ ശൈഖിനെ പോലെയുള്ള മഹാന്മാർ കഴിഞ്ഞുപോയ സമുദായം. ഈ സമുദായത്തിലെ മുഴുവൻ ആളുകൾ ഈമാനെടുത്ത് മീസാനിൽ തട്ടിൽ വെക്കാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ ഒറ്റക്കുള്ള ഈമാൻ മറ്റേ തട്ടിലും വെച്ച് തൂക്കിയാൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഒറ്റക്കുള്ള ഈമാൻ മുൻതൂക്കമാകുമെന്ന് അള്ളാന്റെ റസൂൽ നമ്മൾ അറിയിച്ചിരിക്കാം. അപ്പൊ ഈ മഹാനെ അള്ളാന്റെ അടുക്കല്ല പദവ്യത്വങ്ങൾ ആലോചിച്ചു. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ജീവിതകാലത്ത് കളിച്ചിട്ടില്ല, ചിരിച്ചിട്ടില്ല, തമാശ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ ഭയന്ന് നിലവിളിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയതായി കന്തടത്തിൽ കറുത്ത 2 വരവുണ്ടായി എന്ന് പറയപ്പെടുന്നു. ആ മഹാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് നിലവിളിച്ച് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകിയതായി കന്തടത്തിൽ കറുത്ത 2 വരണ്ടായി. في خد صديق من الخلفاء خطان أسودان من بكائي. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പടച്ചവനെ പേടിച്ച് കരഞ്ഞ് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകിയതായി കന്തടത്തിൽ കറുത്ത 2 വരണ്ട. ഇത്ര കാര്യങ്ങളായിരിക്കും കഴിഞ്ഞു പോയ മഹാന്മാരുടെ മുഴുവനും അവസ്ഥ. വിശേഷ ബുദ്ധിയും തന്റെ ഇടമുള്ള നല്ലവരായ ആളുകളുടെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്നുള്ള ബേജാറിലും വ്യസനത്തിലും സങ്കടത്തിലും കരച്ചിലുമായിരുന്നു. ആയതുകൊണ്ട് ബഹുമാന മുഅ്മിനീങ്ങൾ ഞമ്മക്ക് എന്ത് പണിച്ചുണ്ട, ഈ എങ്ങനെയെങ്കിലും അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാന്റെ സ്വർഗത്തിൽ കടന്നു കിട്ടണം. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ചെയ്യേണ്ട കാര്യം പലതുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും പറ്റുന്ന വഴിയാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേര് സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ പരിപാടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹിന്റെ സ്വർഗത്തിൽ കടക്കാനും ഏറ്റവും പറ്റുന്നതായ പരിപാടി. അതിനാണ് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമെന്ന മുസ്തഫ നബിന്റെ ഇടയിലായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഇവിടെ വന്നിരിക്കാം. ഇവർ എന്തിനാ ഇവിടെ വന്നത്? അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് മനുഷ്യ ഹൃദയത്തെ നന്നാക്കി അള്ളാഹുവിനെ കൊള്ള അടുപ്പിക്കാനാണ് 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസൽ ഈ ലോകത്ത് വന്നത്. അതിന്ന് ആദ്യത്തെ നബിയാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം.
ആദം അലൈഹിസ്സലാമിന്റെ ശേഷം ഒരുപാട് പ്രവാചകന്മാർ വന്ന് അള്ളാഹു അവരിൽ ഏൽപ്പിച്ചതായ ദൗത്യം നിർവഹിക്കാനായി അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലത്തോളം ഈ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. രാപകൽ വ്യത്യാസമില്ലാതെ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലത്തോളം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്രൂരിന്റെ തീയിൽ വീഴേണ്ടി വന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നബുവത്തിന്റെ 23 കൊല്ലക്കാലത്തോളം കഠിനാധ്വാനം ചെയ്തു. ബഹുമാനപ്പെട്ട മുസ്തഫ നബിന്റെ ജീവിതകാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ഒരുപാട് സഹാബിമാരെ വാളിനിരയാക്കേണ്ടി വന്നു. ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് സഹാബിമാർ യുദ്ധത്തിൽ വെച്ചും മറ്റും ഷഹീദായി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് സഹിക്കേണ്ടി വന്ന വിഷമങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അതിർത്തിയില്ല. ഈ നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുസ്തഫ നബി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ നബിയാണ്. നബിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം ഒരു നബി വരാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, എന്റെ ശേഷം നബി വരാൻ പറ്റുകയില്ല എന്ന് ബഹുമാനപ്പെട്ട മുസ്തഫ നബി തന്നെ നമ്മൾ അറിയിച്ചു. അള്ളാഹുവിന്റെ റസൂലാണ് ഇവിടെ അവസാനത്തെ നബി. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നബിമാർ വരാൻ പറ്റുകയില്ല. പക്ഷേ ഖിയാമത്ത് വരെ അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കേണ്ടതുണ്ട്. ഖിയാമത്ത് വരെ അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നുബുവത്തിന്റെ കാര്യത്ത് ബഹുമാനപ്പെട്ട നബിന്റെ സഹാബിമാരായിരിക്കുന്ന 1.25 ലക്ഷത്തോളം വരുന്ന സഹാബിമാര് വേർതിട്ട് ഇവർ വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളാണ്, ഇൽമിന്റെ ബഹറുകളാണ്. അവരെപ്പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹി മുത്തദൈത്തും ഇഹ്തദൈത്തും. എന്റെ സഹാബിമാർ നക്ഷത്ര തുല്യന്മാരാണ്. ആരോട് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാണ്, നിങ്ങൾ ഹിദായത്ത് സിദ്ധിച്ചവരാണ്. ഈ സ്വഹാബത്തിനെ പറ്റി ബഹുമാനപ്പെട്ട മുസ്തഫ നബി നമ്മളെ പഠിപ്പിച്ചിരിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബിമാരാണ്. ബഹുമാനപ്പെട്ട മുസ്തഫ നബി ഹജ്ജത്തുൽ വദായിൽ വെച്ച് അവിടുത്തെ സഹാബത്തിന് 1,24,000 വരുന്ന സഹാബത്തിനെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അറഫയിലും മിനയിലും വെച്ച് പ്രസംഗിച്ചു. ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂല് ചുരുങ്ങിയതായിരിക്കുന്ന വാക്കുകൊണ്ട് അവസാനം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യം, ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യം ഇവിടെ ഇല്ലാത്തതായ ആളുകൾക്ക് ഉള്ളവർ എത്തിച്ചു കൊടുക്കണമെന്ന് മുസ്തഫ നബി എന്ന് നിർദ്ദേശിച്ച സഹാബികളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇല്ലാത്ത ആൾക്ക്, ഇവിടെ ഹാജരില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി. ഈ കാര്യം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട മുസ്തഫ നബി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്തും അള്ളാഹിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷവും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. ബാക്കിയുള്ള സഹാബിമാർ ലോകത്തിന്റെ പല ഭാഗത്തും സന്ദർശിച്ചു. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവർ പ്രവർത്തിച്ചു. അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ കേരളത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും സുന്നത്ത് ജമാഅത്തിനെ പരിചയപ്പെടുത്തി തരാൻ ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട നബിന്റെ സഹാബിമാരാകുന്ന മഹാന്മാരുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അള്ളാഹുവിന്റെ ദീന് പ്രചരിച്ചു. പിന്നീട് പലരും നമ്മുടെ കേരളത്തിൽ അവരുടെ കാരണമായിട്ടാണ് ഇവിടെ പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നതും അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്ലുകാരും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ ഈ പ്രദേശത്തുള്ള കേരളത്തിലുള്ള ആൾക്കാർ വളരാൻ കഴിയും. കാലക്രമേണ പ്രവർത്തകന്മാരില്ലാത്തൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകേണ്ടത്. അതേ സമയത്താണ് ബിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നുകയറ്റമുണ്ടായത്. മുജാഹിദ്, ജമാഅത്ത് പോലെയുള്ള ബിദഈ പ്രസ്ഥാനക്കാർ, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന് എതിരായും കൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന പിഴച്ച തെരീഖത്തുകാർ, ഇവരെല്ലാം കൂടി വന്ന് സുന്നത്ത് ജമാഅത്തിന് നിലനിൽപ്പില്ലാത്തൊരു കാലം വന്നപ്പോഴാണ്
അക്കാലത്തുള്ള മഹാൻ പണ്ഡിതന്മാർ കണക്ക പടച്ചവനെ അള്ളാന്റെ ദീനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കാണ്. നമ്മളെ അരിമീങ്ങളാണ്. അള്ളാന്റെ റസൂൽ വഫാത്തായെങ്കിലും ദീനിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുടെ പ്രവർത്തനം ഇല്ലാതെയെങ്കിലും അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ അന്നുള്ള മഹാമന്യന്മാരെല്ലാവരും കൂടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദവും മഹാനവറുകളുടെ അധ്യക്ഷയിൽ യോഗം ചേർന്ന് ഒരു മഹത്തായ പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകി. ഇതാണ് ഇന്ന് അറിയപ്പെടുന്നതായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന മഹത്തായ സംഘടന. ഈ സംഘടന രൂപീകരിക്കുന്ന കാര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന് നിലനിൽപ്പില്ലാത്ത അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ അറിയാത്ത ജനങ്ങളായി കൊണ്ട് ആ മഹാന്മാരുടെ കഠിനാധ്വാനാണ് അള്ളാഹുവിന്റെ ദീനെയും സുന്നത്ത് ജമാഅത്തിനെയും ഇവിടെ നിലനിർത്തി. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത 86 കൊല്ലത്തോളം പരിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. കേരളക്കരയിൽ മുഴുവനും അള്ളാഹുവിന്റെ ദീനെ പ്രചരിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാക്കി മാറ്റി. സമസ്തന്റെ പ്രവർത്തനം ഏറ്റവും വലിയതായ പ്രവർത്തനം. 12,000-ഓളം വരുന്ന മദ്രസകൾ സമസ്തന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തിലും അതുമായി തന്നെ ഗൾഫ് നാടുകളിലും പലയിടത്തും സൗദി അറേബ്യയിലുമെല്ലാം സമസ്തന്റെ മദ്രസകളും സ്ഥാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്തന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടായ നേട്ടമാണ്. അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ പ്രാസംഗികന്മാർ സമസ്ത തീർന്ന് ഉയർത്തിട്ടു. 12,000 മദ്രസകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സമുദായത്തെ ദീനിയായ അറിവിൽ ഉയർത്തിയത് സമസ്ത ചെയ്ത പണിയാണ്. സമസ്തന്റെ കീഴിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള സുന്നി യുവന സംഘം, അത് തന്നെ SKSF, സുന്നി മഹല്ല് ഫെഡറേഷൻ, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ സമസ്തന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ, നിങ്ങൾ എല്ലാവരും മഹത്തായ സംഘടനയുടെ ആളുകളാവണം. അതിന്റെ പിന്നിൽ അണിനിരക്കണം. സമസ്തന്റെ സഹായികളാവണം. സമസ്തക്ക് സഹായിക്കാനുള്ള ഒരു സംഘടനയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സംഘടന അഭിവൃദ്ധിപ്പെടുത്തുകയും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. സമസ്ത എന്ന് പറഞ്ഞാൽ ബർക്കത്താക്കപ്പെട്ട സംഘടനയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാകുന്ന സൂഫി വര്യന്മാരായ ആളുകൾ പ്രവർത്തിച്ചതായിരിക്കുന്ന സംഘടന. ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് കഴിഞ്ഞുപോയ മഹാന്മാരായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പറവണ്ണ മെയ്തീൻ കുട്ടി മുസ്ലിം തുടങ്ങിയുള്ള മഹാപണ്ഡിതന്മാർ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്നിപ്പുള്ള പോലെ വാഹന സൗകര്യമില്ല, റോഡില്ല, ഒന്നും തന്നെ ഇല്ലാത്ത നിലയ്ക്ക് കാൽ നടത്തായി പോയിക്കൊണ്ടാണ് പല സ്ഥലത്തും പോയി വയല് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ദീനിയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് മദ്രസക്കിടാക്കലും സുന്നത്ത് ജമാഅത്തും ഒക്കെ ഉണ്ടാക്കി. ആയതുകൊണ്ട് അവരുടെ കഠിനാധ്വാനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന. ഈ സമസ്ത അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലയ്ക്കും അത് ഉയർന്നിട്ടുണ്ട്. അത് ഓരോ ദിവസം ഉയർന്നുകൊണ്ടിരിക്കാം. ഈ സമസ്തന്റെ അനുയായികളാവണം. അതിന്റെ പ്രവർത്തകന്മാരും സാഹികളുമാവണം നിങ്ങളെല്ലാവരും എന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ അറിയിക്കാൻ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. നിങ്ങൾ സാദിഖീങ്ങളോട് കൂടെയാവണം, നല്ലവരോടുകൂടെയാവണം. നല്ലവരുടെ പിന്നിൽ അണിനിരക്കണം. വലാതകും ലിൽ ഖായിനീന ഖസീമ. പൊള്ളന്മാർ, കള്ളന്മാർ, വഞ്ചകന്മാർ, അത്തരം ആളുകൾക്ക് നിങ്ങൾ സഹായിക്കരുത്. അവരെ പിന്നിൽ അണിനിരക്കരുന്ന ഖുർആനിന്റെ നിർദ്ദേശം. പിന്നെന്ത് വേണം? സാദിഖീങ്ങളോട് കൂടണം. സമസ്തന്റെ എല്ലാ പണ്ഡിതന്മാരും സാദിഖീങ്ങൾ, സത്യവാന്മാരാണ്. അവരെ കൂടി പൊള്ളന്മാരില്ല, വഞ്ചകന്മാരില്ല, കള്ളന്മാർ ഒന്നുമില്ല. എല്ലാവരും സൂഫിവര്യന്മാരും നല്ലവരായ ആളുകളാണ്, സാദിഖീങ്ങളാണ്. ഈ സാദിഖീങ്ങളുടെ പിന്നിൽ അണിനിരക്കണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്നെന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? സമസ്തന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സമസ്തന്റെ ആശയാദർശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി പ്രവർത്തിക്കാൻ. ഇതാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം. അതുകൊണ്ട് ഇവിടെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകുന്ന സമസ്തന്റെ പ്രവർത്തകന്മാരെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ മഹത്തായ സംഘടന അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ, ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തും അള്ളാഹുവിന്റെ ദീനും നിലനിൽക്കാൻ വേണ്ടി എന്തെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയോ അത് എല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ അഭ്യർത്ഥിക്കാൻ. സമസ്തന്റെ എതിരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, അവരാരാ? പഠിപ്പിച്ച ഉസ്താദന്മാരെ എതിൽ പ്രവർത്തിക്കുന്നവരാണ്.
പഠിപ്പിച്ചതായ ഉസ്താദന്മാർ തെറി പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞ് അവരെ കേസ് കൊടുത്ത് അവരെ പേരിൽ വിഷമമുണ്ടാക്കി ഞങ്ങളാണ് സുന്നി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ട് പ്രവർത്തിക്കുന്നത്. സുന്നി എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സുന്നി എന്ന് പറയാൻ പറ്റില്ല. സുന്നി എന്ന് പറയുന്നത് എന്താ? സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ എന്താ? ബഹുമാനിക്കണമെന്ന സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കും. അൽ ഈമാനു തഅലീമു മാ അള്ളമല്ല. അള്ള ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കൽ ഈമാനാണ്. മല്ലം യർഹം സഗീറന വലൻ യുവക്കിർ കബീറന ഫലീസ മിന്ന. ചെറിയവരോട് കൃപ കാണിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. മുസ്തഫ നബി വരെ വലിയൊരു അറിഞ്ഞാരാം. വലിയവർ ഓരോരുത്തരും അവനെക്കാണ് വലിയ ആൾക്കാരുണ്ട്. ഇപ്പം എന്ത് പറഞ്ഞാൽ ആരിമീങ്ങളെ ബഹുമാനിക്കണം, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം എന്ന പോലെ തന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, സാരിഹ്യങ്ങളെ ബഹുമാനിക്കണം, സാദാത്യങ്ങളെ ബഹുമാനിക്കണം. ഏറ്റവും ബഹുമാനിക്കേണ്ടവരാ പഠിപ്പിച്ച ഉസ്താദാണ്. പഠിപ്പിച്ച ഉസ്താദാണ് ഏറ്റവും ലോകത്ത് ബഹുമാനിക്കണം. ഉമ്മാനും ബാപ്പാനെ കാണുകയും എന്ന പോലെ തന്നെ സാദാത്യങ്ങളെ കാണും, വയസ്സിന് മൂത്തവരെ കാണും, ആരിമീങ്ങളെയൊക്കെ ബഹുമാനിക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ റസൂൽ എല്ലാവരെയും ബഹുമാനിക്കും. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട മുസ്തഫ നബിയും സഹാബത്തിരിക്കുന്ന സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട ഹരീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ കയറി വരികയുണ്ടായി. ഹരീമത്തു സഅദിയ അള്ളാഹിന്റെ റസൂലിന് മുല കൊടുത്ത ഉമ്മയും. ഈ വയസ്സെത്തിയായ ഹരീമത്തു സഅദിയ ബഹുമാനപ്പെട്ട മുസ്തഫ നബിന്റെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഹരീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹിന്റെ റസൂലിന്റെ തലയെ കെട്ടി വിരിച്ചു കൊടുത്തിരിക്കാനേ അള്ളാഹിന്റെ റസൂല് ചെയ്ത പണി എന്താ? മുല കൊടുത്ത തള്ളയാണ്, വയസ്സ് മൂത്ത തള്ളയാണ്, മുല തന്ന ഉമ്മയാണ്. അതിനെ ബഹുമാനിക്കണമെന്നുള്ള നിലക്ക് മുസ്തഫ നബി എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഹരീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയ്ക്ക് തലയെ കെട്ടി വിരിച്ചു കൊടുത്തു. ഇതാണ് അള്ളാഹിന്റെ റസൂൽ പഠിപ്പ്. എന്ത് വേണം? ബഹുമാനിക്കേണ്ടവന് ബഹുമാനം. ഏറ്റവും ബഹുമാനിക്കേണ്ടവരാ പഠിപ്പിച്ച ഉസ്താദന്മാരാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഒരു ഹർഫ് ആരെങ്കിലും പഠിപ്പിച്ചെന്നാൽ ഞാൻ അയാളുടെ അടിമയാണ്. അടിമ എന്നുള്ള നിലക്ക് അയാൾ എന്നെ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷം. ആരായി പറയുന്നത്? വിജ്ഞാനത്തിന്റെ സമുദ്രമായ ബഹുമാനപ്പെട്ട മുസ്തഫ നബിന്റെ സ്വഹാബികളിൽ നിന്ന് ഏറ്റവും വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അലി പറ, ആരെങ്കിലും എനിക്ക് ഒരു ഹർഫ് പഠിപ്പിച്ചു തന്നാൽ ഞാൻ അയാളുടെ അടിമയാണ്. അയാൾ എന്നെ വിൽക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ സന്തോഷമുള്ള ആളാണ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചിരിക്കാം. അപ്പൊ ഏറ്റവും എന്ത് വേണം? ബഹുമാനിക്കേണ്ടവർ എന്താണ്? ഉസ്താദന്മാരെ തെറി പറഞ്ഞ് അവരെ പേരിൽ കേസ് കൊടുത്ത് അവരെ ആക്ഷേപിച്ച് അങ്ങനത്തെ ഒരു വിഭാഗം നടക്കുന്നെങ്കിൽ അവർക്ക് എന്ത് പറയാൻ പറ്റില്ല? സുന്നി എന്ന് അറിയാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്ത് ബഹുമാനിക്കണം എന്നാണ്. അപ്പൊ ഒരാൾ കൂട്ടർ ഉസ്താദന്മാരെ ബഹുമാനിക്കണില്ല, ഉമ്മാനും ബാപ്പാനും ചീത്ത പറയാൻ, ഉസ്താദന്മാരെ തെറി പറയാൻ, അവരെന്ത് പറയാൻ പറയും? അവൻ സുന്നിയെന്ന് പറയാൻ പറ്റില്ല. ബഹുമാനം അതാ അപ്പൊ നിലയുള്ളത്. അപ്പൊ സുന്നി അറിഞ്ഞെന്താ? ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കാത്തത് ഉണ്ടായ അബദ്ധങ്ങളായിരിക്കും. ഇബ്ലീസ് ആരാ? ഇബ്ലീസ് അള്ളാഹുവിനക്ക് സുജൂദ് ചെയ്തിട്ട് ഇബ്ലീസിന്റെ നെറ്റിത്തടം തട്ടാത്ത ഒരു സൂചിക്ക് കുത്താനുള്ള സ്ഥലം അള്ളാഹുവിന്റെ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഇബാദത്തുകാരനാണ് ലയനത്താക്കപ്പെട്ട ഇബ്ലീസ്. ഇബ്ലീസ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത സ്ഥലം അള്ളാഹിന്റെ ഭൂമിയില്ല, അള്ളാഹുവിന്റെ ആകാശത്തിൽ. അങ്ങനെ എത്രയോ കൊല്ലക്കാലം അള്ളാഹുവിന് ഇബാദത്തെടുത്ത ഇബ്ലീസ് കാഫറക്കാരന്റെ ഉസ്താദിനെ നിന്നിച്ചതില്ലേ? ആദം നബി അലൈഹിസ്സലാം ഉസ്താദിന് എന്തായാലും നിന്നിച്ചാൽ അന ഖൈറും മിൻഹു, ഞാൻ ആദമിനെക്കാണ് ഖൈറാ റബ്ബേ എന്നാര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. അള്ള പറഞ്ഞു ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടെ പുറത്തു പോയി ശപിക്കപ്പെട്ടവൻ. എന്തേ കാരണം? ആദം നബി ഉസ്താദാണ്. അന ഖൈറുമെന്നു, ഞാൻ ഉസ്താദിനെക്കാണ് വലിയ ആളെന്ന് പറഞ്ഞ കാരണം. ഇതുപോലെ പലരും ഇവിടെ കാഫറായിട്ടുണ്ട്. വലിയ വലിയ ബൽആമാരാണ്. 12,000 മതപണ്ഡിതന്മാർ ബൽആമിന്റെ സദസ്സിൽ ഇൽമിനെ പഠിക്കാൻ വേണ്ടിണ്ടായിരുന്നു. ആ ലൗഹുൽ മഹ്ഫൂളിൽ എഴുതി വെച്ചത് ഇവിടെ കൊണ്ട് വായിക്കാൻ ആര് കഴിഞ്ഞെന്ന്? ബൽആമിന് കഴിയുന്നു. എന്നൊരു കാര്യം അള്ളാഹിനോട് ബൽആം ഉടൻ ഒതിന് ഉത്തരണ്ടാകും. അത്രയും വലിയ വരിയും ആരിഫുമായ ബൽആം കാഫറിക്കാരനെന്താ? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ തരം താഴ്ത്തി മഹാനായ മൂസ നബിന്റെ ഇതിൽ പ്രവർത്തി.
ഇബ്നു സക്കാ എന്ന് പറയുന്ന മഹാപണ്ഡിതന് കാഫറായി. അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ടൊരു മഹാൻ നിന്ദിച്ചതാണ് കാരണം. അപ്പൊ എന്ത് വേണം? ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കും, എന്നെങ്കിലും രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനിക്കാതിരുന്നാൽ അവസാനം എന്താ ഉണ്ടാകുക? ദീനിന്ന് പുറത്തു പോയി ഈമാൻ തെറ്റി മരിക്കുന്ന അവസ്ഥയുടെ പുറത്ത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആയതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് എന്ത് വേണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്നത് അതിന്റെ ഹക്കായ രൂപത്തിൽ നീങ്ങുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ സംഘടനയാണ്. നിങ്ങളെല്ലാവരും ആ മഹത്തായ സംഘടനയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സമസ്തന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകന്മാരാവേണമെന്ന് ഇവിടെ കൂടി എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഒരുമിച്ചൂടലും നമ്മുടെ പിരിയലുമെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തീർക്കട്ടെ. ഈ മഹത്തായ സദസ്സിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ നിഅമത്തിന്റെ വീടായ സുഖരോഗ സ്വർഗത്തിനും അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നമ്മുടെ എല്ലാ വക വിഷമങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹു തആല തീർത്തു തരട്ടെ. ഐശ്വര്യത്തെയും നിഅമത്തിനെയും ബർക്കത്തിനെയും അല്ലാഹു നമ്മൾ ചുരുക്കട്ടെ. അള്ളാഹിന്റെ ദീനിന്റെ ഖിദ്മത്തിലെ കഴിവും മനസ്സിലും തൗഫീഖും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ മഹത്തായ സംഘടന അല്ലാഹു അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തട്ടെ. സ്വന്തം രാജ്യത്തുനിന്ന് എന്തെങ്കിലും അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഇവിടെ വന്നതായ നമ്മുടെ സഹോദരന്മാർക്ക് ഐശ്വര്യത്തെയും നിഅമത്തിനെയും അല്ലാഹു തആല ചുരിച്ചു കൊടുക്കട്ടെ. അവരെ എല്ലാ ജോലികളിലും എല്ലാ ബിസിനസ്സുകളിലും അല്ലാഹു തആല ബർക്കത്തിനെ ചുരിച്ചു കൊടുക്കട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരും സ്വാലിഹ്യങ്ങളിൽ പെടുത്തി തരട്ടെ. മരിക്കുന്ന സമയം അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വീടായ സുഖലോക സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നമ്മളെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.